ADGP MR അജിത് കുമാറിനെതിരായുള്ള അന്വേഷണത്തിൽ വിജിലൻസ് കോടതിയെ വിമർശിച്ച് ഹൈക്കോടതി. മജിസ്ട്രേറ്റ് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കോടതി പറഞ്ഞു. വിജിലൻസിൽ നിന്ന് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. വിജിലൻസ് അന്വേഷണം ചട്ടങ്ങൾ പാലിച്ചാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഹൈക്കോടതി ചോദിച്ചു. ഹർജി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, പൊതുസമൂഹം കുറേയധികം നാളുകളായി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണോ അന്വേഷിക്കേണ്ടത്, അതോ ഒരു കീഴുദ്യോഗസ്ഥനാണോ അന്വേഷിക്കേണ്ടത് ചോദ്യം അത് കോടതി ചോദിക്കുകയാണ്. ഹാഷ്മി, ഈ വിജിലൻസ് കോടതി ക്ലീൻ ചിറ്റ് നടപടി റദ്ദു ചെയ്തതിനെതിരെയാണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് അജിത് കുമാറിന്റെ ഹർജി പരിഗണിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് വാദം പ്രധാനമായി നടന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ സാധ്യതയാണ്. അതിന് ഉദാഹരണ സഹിതം കോടതി പറയുകയാണ്. അതായത് ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ അത് അന്വേഷിക്കുക അത് ജില്ലാ കോടതി ജഡ്ജല്ല, മറിച്ച് അത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമെന്ന് കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. എങ്ങനെയാണ് ADGPയെ കുറിച്ചുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കേസ് ഡിവൈഎസ്പിക്ക് അന്വേഷിക്കാനാകുക എന്ന് കോടതി ചോദിച്ചു. മറ്റൊന്ന്, ഈ അന്വേഷണത്തിന്റെ സാധ്യത തന്നെ കോടതി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതായത് വിജിലൻസ് കോടതി ഇത്തരത്തിലൊരു അന്വേഷണം നടത്തണമെങ്കിൽ അത് പ്രോസിക്യൂഷൻ അനുമതി വേണം. 17A എന്ന ചട്ടപ്രകാരം അത് സർക്കാരിൽ നിന്ന് സാങ്ഷൻ എടുക്കുക. ഒരു പബ്ലിക് സർവന്റായ പശ്ചാത്തലത്തിൽ സർക്കാരിൽ നിന്ന് അനുമതി വേണം. അത്തരത്തിലൊരു അനുമതി ഉണ്ടോ എന്ന കാര്യത്തിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. നടപടിക്രമങ്ങൾ പ്രാഥമികമായി നോക്കുമ്പോൾ പാലിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് കോടതി പറഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ഇതിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് കോടതി പോയത്. ഒപ്പം വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ റിപ്പോർട്ട് കോടതി ചോദിച്ചിട്ടുണ്ട്. അൻവർ നൽകിയ ഒരു പരാതി മാത്രമാണ് തനിക്കെതിരെയുള്ള, അല്ലെങ്കിൽ ആരോപണങ്ങൾ മാത്രമാണ് തനിക്കെതിരെ ഉള്ളതെന്നായിരുന്നു അജിത് കുമാർ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ അത്തരം വാദങ്ങളിലേക്കൊന്നും കോടതി പ്രാഥമികമായി കടന്നില്ല, കേസിന്റെ മെറിറ്റിലേക്ക് കടന്നില്ല. മറിച്ച് വിജിലൻസ് കോടതിയുടെ ഈ അന്വേഷണ ഉത്തരവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമവശങ്ങളിൽ ചില പാളിച്ചകൾ ഉണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. അതിൽ വിശദമായ അന്വേഷണം നടത്തും. 17A അതോടൊപ്പം തന്നെ 19 ഈ രണ്ട് ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ഹൈക്കോടതി നോക്കുന്നത്. അതിനുശേഷമായിരിക്കും അജിത് കുമാറിന്റെ പ്രയർ അടക്കമുള്ള, അതായത് ഈ അന്വേഷണം വിജിലൻസ് കോടതി നടപടി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. ഹർജി നാളെ വിശദമായി പരിഗണിക്കും. ഒരു പക്ഷേ സ്റ്റേ അടക്കമുള്ള നടപടിയിലേക്ക് പോകണമെങ്കിൽ അത് നാളത്തെ വാദത്തിന് ശേഷമായിരിക്കും പോകുക. ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കോടതി ആ കേസ് പരിഗണിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ മജിസ്ട്രേറ്റ് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിക്ക് വിമർശനം കൂടി ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. നാളെ വീണ്ടും പരിഗണിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.